താഴ്ന്ന് തൂങ്ങിക്കിടക്കുന്നതും ഉപയോഗശൂന്യവുമായ കേബിളുകൾ അടിയന്തരമായി നീക്കം ചെയ്യുന്നതും ക്രമീകരിക്കുന്നതും സംബന്ധിച്ചാണ് പ്രമേയം. അനുവദിതരാണ്. തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ടെലികോം, കേബിൾ TV, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാർ സ്ഥാപിച്ചിട്ടുള്ള കേബിളുകൾ പലയിടങ്ങളിലും അശാസ്ത്രീയമായ രീതിയിൽ താഴ്ന്ന് തൂങ്ങിക്കിടക്കുന്നത് വാക്കാലുള്ള പ്രമേയമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. തൂങ്ങിക്കിടക്കുന്നത് പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുക. ഇത്തരം കേബിളുകൾ വാക്കാലുള്ള പ്രമേയമായിട്ട് ആയിക്കോട്ടെ. ഇത് സാധാരണ നിലയ്ക്ക് നടപടിക്രമങ്ങളുടെ ലംഘനമാണ് ഈ നടക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ഒരാള് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വിഷയം അവതരിപ്പിക്കാനുള്ള അവസരമുള്ളതാണ്. അതിൽ തന്നെ വാക്കാലോ അതല്ലെങ്കിൽ തന്നെ ഔദ്യോഗികമായിട്ടോ പ്രമേയം അവതരിപ്പിക്കാനുള്ള അവകാശവും ഉള്ളതാണ്. ആ ആള് തന്നെ കൗൺസിൽ യോഗത്തിൽ ഇതുപോലുള്ള അടിയന്തര വിഷയങ്ങൾ എടുത്ത് കുടിവെള്ളവും തെരുവുനായ വിഷയമൊക്കെ ചർച്ച ചെയ്യുന്നതിനിടയ്ക്ക് ഒരു പ്രമേയമായി കൊണ്ടുവരുന്ന രീതി കീഴ്വഴക്കം അനുവദിക്കാൻ പാടില്ലാത്തതാണ്. പലയിടങ്ങളിലും അശാസ്ത്രീയമായ രീതിയിൽ താഴ്ന്നു തൂങ്ങിക്കിടക്കുന്നത് പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുക. ഇത്തരം കേബിളുകൾ കുരുങ്ങി യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവങ്ങൾ, മരണങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ ഉപയോഗത്തിലില്ലാത്ത ആയിരക്കണക്കിന് കിലോമീറ്റർ കേബിളുകൾ പോസ്റ്റുകളിൽ നിന്ന് നീക്കം ചെയ്യാതെ ഉപേക്ഷിച്ചിരിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നു. പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും ജീവനും സംരക്ഷിക്കാൻ നഗരസഭയ്ക്ക് നിയമപരമായ ഉത്തരവാദിത്തമുള്ളതിനാൽ ഈ കൗൺസിൽ താഴെ പറയുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നഗരസഭയിലെ 101 വാർഡുകളിലും അപകടകരമായ രീതിയിലുള്ള കേബിളുകൾ കണ്ടെത്താൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തര സർവേ നടത്തണം. നഗരസഭാ പരിധിയിലെ എല്ലാ പോസ്റ്റുകളിലുമുള്ള കേബിളുകൾ സേവനദാതാക്കൾ 15 ദിവസത്തിനകം KSEB മാനദണ്ഡ പ്രകാരം ടാഗ് ചെയ്യേണ്ടതാണ്. ലൈസൻസ് നൽകുന്ന വേളയിൽ ഇത് സംബന്ധിച്ച് നിയമപരമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ കരാർ കൂടി ഉൾപ്പെടുത്തണം. ടാഗ് ഇല്ലാത്ത കേബിളുകൾ അനധികൃതമായി കണക്കാക്കി നോട്ടീസ് കൂടാതെ തന്നെ നഗരസഭ സ്ക്വാഡുകൾ നീക്കം ചെയ്യണം. ഉയർന്ന പരിധി നിശ്ചയിക്കണം. ലൈസൻസ് കൊടുക്കുന്ന വേളയിൽ തന്നെ റോഡ് മുറിച്ചു കിടക്കുന്ന കേബിളുകൾ 5.8 മീറ്ററിലും ഇട റോഡുകളിലെ കേബിളുകൾ 5 മീറ്ററിലും താഴെ ഉണ്ടാകാൻ പാടുള്ളതല്ല. ഈ പരിധി ലംഘിക്കുന്ന കേബിളുകൾ മുറിച്ചു മാറ്റാൻ നഗരസഭ നടപടി സ്വീകരിക്കണം. നിരവധി ജീവനുകൾ പൊലിയുന്ന സാഹചര്യത്തിലാണിത് പ്രത്യേക പ്രാധാന്യത്തോടെ പറയാനുള്ളത്. ഉപയോഗത്തിലില്ലാത്ത കേബിളുകൾ നിരവധിയാണ്. 4 or 5 കമ്പനികളുടെ, ഇപ്പോൾ ഏഷ്യാനെറ്റ് സാറ്റലൈറ്റോ അല്ലെങ്കിൽ എയർടെല്ലോ ജിയോയോ കേരള വിഷനോ ഒക്കെ കൂടാതെ മറ്റ് കേബിളുകൾ, ഉപയോഗത്തിലില്ലാത്ത കേബിളുകൾ നീക്കം ചെയ്യണം. എല്ലാ ഓപ്പറേറ്റർമാരും തങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതും എന്നാൽ നിലവിൽ ഉപയോഗമില്ലാത്തതുമായ കേബിളുകൾ നീക്കം ചെയ്യണമെന്ന് അവരുടെ ചെലവിൽ തന്നെ നീക്കം ചെയ്യണം. ഇതിൽ വീഴ്ച വരുത്തുന്നവരുടെ കേബിളുകൾ നഗരസഭ നീക്കം ചെയ്യുകയും അതിന്റെ ചെലവ് ബന്ധപ്പെട്ട ഓപ്പറേറ്റർമാരിൽ നിന്ന് ഈടാക്കുകയും ചെയ്യണം. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി ഡക്ട് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ള റോഡുകളിൽ യാതൊരു കാരണവശാലും ഓവർഹെഡ് കേബിളുകൾ അനുവദിക്കരുത്. ഇത്തരം റോഡുകളിൽ നിലവിലുള്ള കേബിളുകൾ നിശ്ചിത ദിവസത്തിനകം ഡക്റ്റുകളിലേക്ക് മാറ്റണം. കേബിളുകളുടെ ക്രമീകരണം നിരീക്ഷിക്കുന്നതിനായി നഗരസഭാ സെക്രട്ടറിയും KSEB പ്രതിനിധിയും പോലീസിന്റെ പ്രതിനിധിയും നഗരസഭ എഞ്ചിനീയറും ഉൾപ്പെട്ട സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കണം. നിയമലംഘനം തുടരുന്ന ഓപ്പറേറ്റർമാർക്കെതിരെ കേരള മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം പിഴ ചുമത്താനും ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും നഗരസഭ കൗൺസിൽ നടപടി സ്വീകരിക്കണം. ഈ പ്രമേയം ഈ കൗൺസിൽ അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. പലരും മേയറേയും അതുപോലെ തന്നെ മറ്റ് കൗൺസിലർമാരെ കണ്ട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൺസേൺ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് അതിൻ്റെ ഫോളോ അപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് തീരുമാനിക്കാം.